നമ്മൾ സ്ട്രോബെറിയുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിതാ അപ്പാടത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്, ചെറിയ വഴി തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അന്ത വഴിയാ, ശരി ശരി ഇപ്പോൾ വരலாம். അങ്ങനെ നമ്മൾ ഒരു അക്കയെ കണ്ടു, അക്കയുടെ കൂടെ ഇതാ ക്യാരറ്റ് പറിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിപ്പൂ കാണത്തെ കാണും, ഊട്ടിപ്പൂ കേട്ടോ, കണ്ടാൽ ഊട്ടി. നല്ല പൂത്തിട്ടുള്ളത് അപ്പുറത്താണ്, നിങ്ങൾ താഴോട്ട് പോയതല്ലേ, അതെ പൂത്തിരിപ്പല്ലേ, അതാ ശരിക്കുള്ള ഊട്ടിപ്പൂ പറഞ്ഞ അതാണ് ശരിക്കുള്ള ഊട്ടിപ്പൂവ്. ഇത് ഊട്ടിയിലല്ല, നമ്മൾ മൂന്നാറിലാണ്. ഇതാണ് ബീൻസിന്റെ തോട്ടം. ബീൻസ് കാണുന്നുണ്ടോ? അതാ ബീൻസ് കാണുന്നുണ്ട്. ഇതാണ് ബീൻസ് കേട്ടോ, നല്ല നാടൻ ബീൻസ്. ബീട്രൂട്ട് ഇത് അവക്കാഡോ മരമാണ് കേട്ടോ. അവക്കാഡോ കാണാത്ത എല്ലാവരും കണ്ടോളൂ. അത് ക്യാരറ്റ് എല്ലാം ക്യാരറ്റ്. റോസ ഭംഗിയുള്ള റോസ കേട്ടോ. ഇത് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഇതാണ്. ഇവിടുത്തെ കാലാവസ്ഥയാണ് ഇങ്ങനെ ചോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളർ വരും. ഇത് മരത്തക്കാളി എന്ന് പറയും, പ്രഷർ ഷുഗറിനൊക്കെ കഴിക്കുന്നതാണ് ഈ മരത്തക്കാളി എന്ന് പറയുന്നത്. ഇത് മരത്തക്കാളി പ്രഷർ ഷുഗർ കഴിക്കുന്നതാണ്. ഈ ചേട്ടന്റെ സ്വന്തം തോട്ടാണ്. ഇത് കരിമ്പാണ്, കരിമ്പ്, നമ്മുടെ നാടൻ കരിമ്പ്. ഇത് അവക്കാടാണ്. ഇതിൽ അവക്കാടിൽ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതില് ഈ കളർ വന്ന പെൺമരമാണ്. ചുവപ്പ് കളർ വന്ന അവക്കാട പെണ്ണാണ്. കടും പച്ചാണ് ആൺമരമാണ്. അത് കായ്ക്കില്ല, ഇത് കായ്ക്കും. ചുവപ്പിന്റെ മുകളിലാണ് കായ്ക്കുക, പെണ്ണിന്റെ മുകളിലാണ് കായ്ക്കുക. ഇതെല്ലാം ക്യാരറ്റാണ്. ഇതൊക്കെ ഈ പൂവൊക്കെ വെച്ച് പിടിച്ചിരിക്കുന്നത് കീടങ്ങളെ കയറി ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ പൂക്കളൊക്കെ വെച്ചൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ നിങ്ങൾ ലൈവായിട്ട് പറഞ്ഞ പറിക്കണം, പറിച്ചു നോക്കാം. നമുക്ക് ചള്ളു നോക്കി മതി. ഇത് പറിച്ചു, ആരാ പറിക്കണം? അത് നീ പറിച്ചോ. ഇത് പറിച്ചു നോക്കിയാൽ. ഇത് പറിച്ചോ. ഇത് വലുതാണ് ചെറുതാണ്? ചെറുത് മതി. അപ്പൊ വലുതാണ്. ഇത് പറിച്ചോ. നമ്മുടെ കൂടുതലുള്ള ഒരാള് പറിക്കുന്നു, ചെറിയ ക്യാരറ്റ് പറിക്കുന്നു. ആഞ്ഞുപിടി ഒന്നും കുറച്ച് കൊണ്ടുണ്ട്, ഒന്നും കുഴപ്പമില്ല. കഴുകാണ്ട് പോയി കഴിഞ്ഞാൽ 5 ദിവസം ഫ്രഷ് ആയിരിക്കും സാധനം. ഇത് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചൂടാകുമ്പോൾ ചിലപ്പോ വാടുവാൻ. ഇത്ര വണ്ണം വേണ്ട, വണ്ണം കുറഞ്ഞു കിട്ടാൻ ചെയ്യുന്നുണ്ട്. പറിച്ചരാ. ഇവിടുത്തെ നിങ്ങൾ അവിടെ കിട്ടുന്നത് ചതച്ചിട്ട് ലേസ മണം നോക്കിയേ. കയ്യിൽ ചതച്ചോ. നല്ല മല്ലിയില, നല്ല മണം. നമ്മുടെ നാട്ടിലത്തെ മല്ലിയില ഒന്നും അല്ല കേട്ടോ, നല്ല മല്ലിയിലയാണ്. മണം നോക്കിയത് നല്ല മണമുണ്ട്. പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നോക്കി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മണത്തിൽ അടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചേട്ടന്റെ കൂടെ അടുത്ത തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് ഞങ്ങൾ നവംബർ ഡിസംബറിലാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ ഗോതമ്പ് കേരളത്തിലെ നമ്മളെ ചാക്കുകളിലും കടകളിലും മാത്രം ഗോതമ്പ് കണ്ടുള്ള ഗോതമ്പിന്റെ ചെടിയാണിത്. ഇതിന് നവംബർ മാസത്തിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. നവംബറിലാണ് അത്ര വരിക. ഇതാണ് ഈ ബട്ടർ ബീൻസ് എന്ന് പറയുന്നത്, പൊളിച്ചു കറി വയ്ക്കുന്നതാണ് ബട്ടർ ബീൻസ്. പറിച്ചു കാണിക്കാം. ഇത് ബട്ടർ ബീൻസ് നമ്മുടെ നാട്ടില് അധികം ഉണ്ടാവില്ല. ഇത് കാണുന്നത് ഇവിടെ പച്ചപ്പയർ പോലെ പൊളിച്ചിട്ടാണ് എൻ്റെ മണി എടുത്തിട്ടാണ് കൂട്ടാൻ വെക്കുക. ചേട്ടൻ പൊളിച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബട്ടർ ബീൻസ്. പച്ചക്ക് തിന്നാൻ പറ്റുന്ന പറഞ്ഞത്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. ചിക്കന്റെ വില ഇതിന്റെ വില ഒരെണ്ണ ഇത്ര വിലയുണ്ട് ഇതിന്. ഇതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചെടിയാണ്. നമ്മുടേതാണ് ഉരുളക്കിഴങ്ങ് ചെടിയാണ്. ഇതാണ് കേട്ടോ ബട്ടർ ബീൻസ്. നമ്മളൊന്ന് കഴിക്കുന്നുണ്ട്. ഇതാണ് ഉരുളക്കിഴങ്ങ് ചെടി, സൂപ്പർ ടേസ്റ്റ് ആണ്. ഉരുളക്കിഴങ്ങ് ചെടി ഇതാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചേട്ടൻ പറിക്കുന്നു. ഇതാണ് കിഴങ്ങ്. ഇതെങ്ങനെ റേറ്റ് ചേട്ടാ? ഉരുളക്കിഴങ്ങ് റേറ്റ് ചെറുതാണ്. മൂത്താല് പറിക്കുള്ളൂ. ഇതാണ് ഉരുളക്കിഴങ്ങ് ചെടി. അതൊക്കെ ബീട്രൂട്ടാണ്. ഇതൊക്കെ ബീട്രൂട്ട് ഉണ്ട്. 60 രൂപയ്ക്ക്. വലിയ ബീട്രൂട്ട് ചെറുതാണ്. ചെറുത് മതി. വലിയ തരാം. വലുത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എന്താ മീഡിയം സൈസ് തരാം. ഇത് ബീട്രൂട്ടാണ്. ഇതൊക്കെ എല്ലാം ബീട്രൂട്ടാണ് പറഞ്ഞത്. ബീട്രൂട്ട് ഇതപ്പുറം. ഇത് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഈ മുട്ടയിൽ വറുത്ത് കഴിക്കുന്നതാണ്. എരിവില്ലാത്ത മുളക് കേട്ടോ. കാശ്മീർ ചില്ലി പോലത്തെ മുളക്. കാശ്മീർ ചില്ലി അല്ല, പക്ഷെ അതേപോലത്തെ മുളകാണ്. ഈ ക്യാരറ്റിന്റെ കൂടെ പൂക്കൾ വെക്കുന്നത് അതിന്റെ പ്രാണികളൊക്കെ ഒന്ന് ബുദ്ധിമുട്ട് കേടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീലക്കുറിഞ്ഞി ചെടി. പ്ലാസ്റ്റിക് പോലെ കണ്ടിരുന്നു. മഞ്ഞ. ഇതാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിൽ ഒരിക്കലും പൂക്കണതാണ്. നീലക്കുറിഞ്ഞി കേട്ടോ.
ഈ നീലക്കുറിഞ്ഞി 2030 പൂക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. നീലക്കുറിഞ്ഞി ഇത് പൂത്ത് കഴിഞ്ഞ ഇവിടെ അരിവല ഉണ്ടാവും. ഇതില് പൂത്ത് കഴിഞ്ഞ അരിവല ആ വർഷം ഇവിടെ കൃഷി നന്നായിട്ട് വിളവുണ്ടാകും. അതിനുള്ള ആചാരമാണ് ഇവിടുത്തെ. ഞങ്ങൾ ദൈവത്തെ പോലെ ഇത് ആചരിക്കുന്നത്. ഇവിടെ ഇത് പൂത്ത് കഴിയുമ്പോൾ ഇവിടെ പൊങ്കലൊക്കെ വെക്കണം. ഞങ്ങൾ പൊങ്കലൊക്കെ ഒരു മണമൊന്നും ഉണ്ടാക്കില്ല. ഇത് വെട്ടുപോ തീ എന്നും ചെയ്യില്ല. നമ്മള് ദൈവത്തെ പോലെ ആചരിക്കുന്ന ഇവിടെ എല്ലാവരും തിന്നാട്ടാ, പച്ചക്ക് തിന്നാം, ഏലാക്കി തിന്നാം. നീലക്കുറിഞ്ഞി നമുക്ക് തിന്നാൻ പറ്റുന്ന മെഡിസിനാണ് ഇത്. നീലക്കുറിഞ്ഞി ഇതാണ്. നീലക്കുറിഞ്ഞി നമുക്ക് പച്ചക്ക് തിന്നാൻ നല്ലതാണെന്ന് പറഞ്ഞത്. നമ്മൾ കഴിച്ചു നോക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ടാണ് ഇവിടുത്തെ. ഇത് നല്ല മധുരമുള്ളതാണ്. ഇവിടെ മഞ്ഞ കളർ കുറിഞ്ഞി ഇതാണ് ഫാഷൻ ഫ്രൂട്ട് പൊടിയാണ്. നല്ല മധുരമുള്ളതാണ് ഇവിടുത്തെ. നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലത്തെ ഫാഷൻ ഫ്രൂട്ട് പോലെ എല്ലാവരും വ്യത്യാസമുണ്ട്. നല്ല മധുരമുള്ളതാണ്. നമ്മുടെ സൂര്യകാന്തി സൂപ്പർ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് തീർന്നു. നാളെ വന്നാലേ ഉള്ളൂ. എല്ലാം തീർന്നു. വെളുത്തുള്ളി സ്റ്റോക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിന് ഇവിടുത്തെ വെളുത്തുള്ളിയാണ്. നമ്മൾ ക്യാരറ്റാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് ക്യാരറ്റാണ്. നമ്മൾ ഇന്ന് മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴുകാതെ കൊണ്ടുപോയി 2 ദിവസം ഇരിക്കുന്നതാണ് പറഞ്ഞത്. 2 ആഴ്ച ഇരിക്കുന്നതാണ് പറഞ്ഞത് ഒക്കെ പറഞ്ഞത്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കഴുകിട്ട് വെച്ചാൽ മതി. ഈ ഇല തോരൻ വെക്കും അല്ലേ? തോരൻ വെക്കും.